വരാം ശ്രീ ജേക്കബ് ജോർജ്. വയനാടിൽ നമുക്ക് 4 മണിയോടുകൂടി വരുമ്പോൾ ലഭിക്കുന്ന പോളിംഗ് ശതമാനം 61 കടക്കുന്നു എന്നുള്ള രീതിയിലാണ്. കൂടുതൽ വ്യക്തമായ ചിത്രം നൽകാൻ മനു ഭരത് വയനാടിൽ നിന്ന് ചേർന്നു. മനു, ഇപ്പോൾ ഈ മിനിറ്റിൽ ലഭ്യമാകുന്ന പോളിംഗ് ശതമാനം എങ്ങനെയാണ്? മഴ പോളിംഗ് ബൂത്തുകളിൽ ആൾക്കാർ എത്തുന്നതിനെ തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ വയനാട്ടിൽ നിന്ന്. അപർണ, ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഔദ്യോഗിക വിവരം 62.17% പോളിംഗ് നടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഔദ്യോഗിക വിവരം. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്നിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയിൽ തന്നെയാണ്. അത്തരത്തിലുള്ള വിവരം ആണ് പുറത്തു വരുന്നത്. സുൽത്താൻ ബത്തേരിയിലാണ് ഏറ്റവും കനത്ത പോളിംഗ് നടക്കുന്നത്. ഒപ്പം തന്നെ മാനന്തവാടിയിലും അതുപോലെ കൽപ്പറ്റയിലും സമാനമായ രീതിയിൽ 62% കൽപ്പറ്റയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാനന്തവാടിയിൽ 61.47% രേഖപ്പെടുത്തിയിരിക്കുന്നു. സുൽത്താൻ ബത്തേരിയിലാകട്ടെ 65% വോട്ട്. ഇത് ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുള്ള കണക്കാണ്. 65.02 വോട്ടാണ് സുൽത്താൻ ബത്തേരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവമ്പാടിയിൽ 60.48, ഏറനാട് 57.97, നിലമ്പൂർ 59.91, വണ്ടൂർ 57.32. ഇങ്ങനെയാണ് വോട്ടിങ്ങിൻ്റെ ശതമാനം. വണ്ടൂരാണ് ഒരല്പം പുറകിൽ നിൽക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ കനത്ത പോളിംഗ് തന്നെ നടക്കുന്നു. ഒരല്പം മഴയ്ക്കൊരു ആശ്വാസമുണ്ട്. നേരത്തെ കനത്ത മഴയായിരുന്നു. ഇപ്പോൾ ആളുകൾ പക്ഷേ ആ കനത്ത മഴയെയും അതിജീവിച്ചുകൊണ്ട് ആളുകൾ വരുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഈ പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കൽപ്പറ്റയിലുള്ള മുണ്ടേരി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ഇവിടെ സ്ത്രീകളുടെ ഒരു നീണ്ട നിര നമുക്ക് ഈ പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിയുന്നു എന്നതാണ് ഇതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സാധാരണഗതിയിൽ വയനാട്ടിലെ ആളുകൾ പറയുന്നത് ഈ ഉച്ചയോടുകൂടിയൊക്കെ അല്ലെങ്കിൽ ഈ 4 മണിയോടുകൂടിയൊക്കെ സാധാരണ ഇവിടെ എല്ലാവരും വോട്ട് ചെയ്യാൻ താല്പര്യരായിട്ടുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്ത് തീർക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള സാഹചര്യം അതല്ല. ഇപ്പോഴും ആളുകൾ പോളിംഗ് ബൂത്തിൽ നിൽക്കുന്നു. കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു. മഴയ്ക്കൊരല്പം ശമനമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ രാഷ്ട്രീയ മുന്നണികളിലുള്ള ആളുകളെല്ലാം തന്നെ. ഏതായാലും മഴ ഒരു തടസ്സമായേക്കുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയ്ക്കൊരു ശമനം ഉണ്ടായിരിക്കുന്നു. മഴ മാറിയിരിക്കുന്നു. അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള 73 പോളിംഗ് ബൂത്തുകൾ ഈ വയനാട് ജില്ലയിലുണ്ട്. ഇവിടെയൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള സംഘർഷങ്ങളോ അല്ലെങ്കിൽ അത്തരം ഒരു പ്രശ്നവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആളുകൾക്ക് സുഗമമായി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം. ഏതായാലും ഈ പോളിംഗ് 6 മണി കൊണ്ട് അവസാനിപ്പിക്കാനാകും എന്ന പ്രതീക്ഷ ഇപ്പോഴില്ല. 80% പോളിംഗ് അടുക്കും എന്ന ഒരു പൊതു പ്രതീക്ഷയാണ് ഇപ്പോൾ മുന്നണികളെല്ലാം തന്നെ ഇവിടെ വെച്ചു പുലർത്തുന്നത്. സ്റ്റാർ മണ്ഡലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധയാകർഷിച്ച മണ്ഡലം കൂടിയാണ് വയനാട്. 50%-ന് അപ്പുറത്തേക്ക് പോളിംഗ് പോകുമെന്നുള്ള